നീ ഇപ്പൊ ആരോടും പറയാനൊന്നും നിൽക്കണ്ട. ഞാൻ വന്നത് വിസ മാറ്റാനൊന്നുമല്ല. ഞാൻ തിരിച്ചു പോകണമെന്നില്ല. എത്ര നാളാ അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നു. പഴയതുപോലുള്ള ആരോഗ്യവും ഇല്ല. എനിക്കില്ലേ നാട്ടിലെ കുടുംബത്തോടൊത്ത് ജീവിക്കണമെന്നുള്ള ആഗ്രഹം. നമുക്ക് ആ വീട് നിർമ്മലയ്ക്ക് കൊടുക്കാം. വീട് കൊടുക്കാനോ? ഏട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? എന്റെ അവകാശം അവർക്ക് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ഏട്ടന്റെ അവകാശം? ആ പേരും പറഞ്ഞ് 10-15 കൊല്ലം മുമ്പ് ഈ കട തുടങ്ങാൻ വേണ്ടി എന്റെ ഏട്ടൻ 25,000 രൂപ വാങ്ങിച്ചിരുന്നു. സമ്മതിച്ചു, ഞാൻ പണം വാങ്ങിച്ചിട്ടുണ്ട്. അന്ന് മുതൽ ഈ നിമിഷം വരെ ഈ കടയിൽ നിന്ന് എത്ര രൂപയുടെ സാധനങ്ങൾ ആ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നിന്റെ അന്തസ്സിന് ചേർന്ന ഒരു പുതിയ വീട് നീ ആ സ്ഥലത്ത് പണി. അല്ലെങ്കിൽ തന്നെ നിങ്ങളെപ്പോലുള്ള ദുബായ്ക്കാർക്ക് താമസിക്കാൻ പറ്റിയ വീടാണോ അത്? എന്താ നിർമ്മല ഈ പറയുന്നത്? ഓർമ്മ വെച്ച നാൾ മുതൽ നാരായണൻ ഈ കുടുംബത്തിന് വേണ്ടിയല്ലേ കഷ്ടപ്പെടുന്നത്? നിങ്ങൾ പുറത്തുനിന്ന് നോക്കുന്ന ആളുകൾക്ക് അങ്ങനെയൊക്കെ തന്നെ തോന്നും. പുഷ്പയുടെ മോന് ബാംഗ്ലൂർ പഠിക്കാനുള്ള കാശ് മാസം അയച്ചു കൊടുക്കണ്ടല്ലോ. അതിനേക്കാട്ടിൽ എത്ര വലിയ ആവശ്യങ്ങളുണ്ട് ഇവിടെ. ഓ, അതൊന്നും ചെയ്തിട്ടുണ്ടെങ്കിൽ പേര് കിട്ടൂലല്ലോ. 5 പൈസ പോലും ചോദിക്കാതെ വലിയേട്ടും വീടിന്റെ അവകാശം തരാന്ന് പറഞ്ഞില്ലേ? അതാ പറയുന്നത്, അവനവന്റെ തടിക്ക് തട്ടണ കാര്യം വരുമ്പോ എല്ലാവരുടെയും തനി സ്വഭാവം അറിയാം. നിനക്ക് സന്തോഷമുള്ള ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ വീണ്ടും ദുബായിലേക്ക് തിരിച്ചു പോവുക. നീ പറഞ്ഞ ശരിയാ നൽകി. എന്നെ പോലുള്ള ആളുകൾക്ക് ഇവിടെ ജീവിക്കാൻ പ്രയാസമാണ്. നമുക്ക് ഈ വീട് നിർമ്മലിക്ക് കൊടുക്കാം. നമുക്കൊരു വീട്, ഒരു കൊച്ചു വീട്.